കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്ന് ഗുരുപൗർണമിയാണെന്ന് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. എല്ലാ ഗുരുപൗർണമി ദിവസവും നാഗഗണത്തിൽപ്പെട്ട നമ്മൾ ശിവന് പൂജ ചെയ്ത് അഭിഷേകം ചെയ്യണം. ഈ ഗുരുപൗർണമി ദിവസം ആർക്കും ഒരു ആപത്തും വരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ കുലത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ കൊല്ലാതെ വെറുതെ വിടുന്നു. എന്നാ നാളെ സൂര്യൻ ഉദിക്കുമ്പോ ഞാൻ അവന്റെ ജീവൻ എടുത്തിരിക്കും. ഇവന്റെ മരണം നാളത്തേക്ക് മാറ്റിവെച്ചല്ലോ. മഹാദേവന് പൂജ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ആ നാഗദേവത ഇതുവരെയും കാണാനില്ലല്ലോ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോയത് ഗുരുദേവ. ദേ നാഗദേവത വന്നല്ലോ. പോയിരുന്നു നാഗദേവതേ. പ്രഭുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ശരി, എന്തായാലും ഒരുപാട് വൈകി. പൂജ തുടങ്ങിക്കോളൂ നാഗിനി. മോളെ നാഗദേവതേ, എന്തു പറ്റി മോളെ? എന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ അർജുനെ കൊല്ലാൻ അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. എന്നാ ഞാൻ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാ അങ്ങ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഗുരുദേവ. മോളെ, ഗുരുപൗർണമി ദിവസത്തിൽ നമ്മൾ നാഗകുലം ശിവനെ
പ്രത്യേക പൂജകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഗുരുപൗർണമി ദിവസത്തിൽ നമ്മൾ നാഗകുലത്തിലുള്ളവരാരും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല മോളെ. ഈ ഗുരുപൗർണമി ഒരു വരമായി മാറി ആ അർജുൻ രക്ഷപ്പെട്ടിരിക്കുക. പക്ഷെ നാളെ ഞാൻ അവനെ തീർച്ചയായിട്ടും കൊന്നിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നാളെ ഞാൻ അവനെ കൊന്നിരിക്കും. മഹാദേവനെ പൂജ ചെയ്യാം നമുക്കിപ്പോ. അതുകൊണ്ടിപ്പോൾ സമാധാനമായിരിക്കണം നമ്മൾ. മോളിങ്ങനെ കോപിച്ചാൽ പിന്നെ പൂജ ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ വരും മോളെ. ശരി ഗുരുദേവ, പോവാ. മഹാദേവ, അവര് രണ്ടുപേരും ഒന്നു ചേരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. മഹാദേവ, ജീവന് തുല്യം സ്നേഹിച്ച സ്വന്തം ഭർത്താവിനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിനുശേഷം ഭവാനിയും ജീവനോടെ ഇരിക്കില്ല. ആ കുട്ടികളുടെ ജീവിതം എങ്ങനെ പാതി വഴിയിൽ വെച്ച് നിർത്തിക്കളയുകയാണോ നീ? അവരോട് കരുണ കാണിക്കൂ മഹാദേവ. അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കൂ മഹാദേവ. ഇവരെല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് നാളെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അർജുൻ മരിക്കുന്നതിന് മുമ്പ് ഇവരിൽ ആരെങ്കിലുമൊക്കെ തീരുന്ന എനിക്ക് തോന്നുന്നത്. അമ്മേ, എന്താ ഇത്? സ്വന്തം കൺമുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണുമ്പോ എങ്ങനെയാ മോനെ എനിക്ക് കരയാതിരിക്കാൻ കഴിയുക? എന്റെ മുമ്പില് ഇനി വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്ത് എന്റെ ശ്വാസം നിലച്ചു പോകാത്തത് എന്താന്ന് എന്റെ ഇപ്പോഴത്തെ വിഷമം എനിക്ക് സഹിക്കുന്നില്ലടാ. നാളെ എന്ത് നടക്കുമെന്ന് വെച്ചാ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാഗദേവത വന്ന് അർജുനെ കൊത്തി കൊല്ലും. ഞാൻ പോയി ടാർപ്പയും കസേരയൊക്കെ റെഡിയാക്കി വെക്കും. അതിനുശേഷം ഇവന്റെ ഫോട്ടോയിലൊരു മാല ഇടണം. പിന്നെ എന്റെ മോനും ഭവാനിക്കും തമ്മിലുള്ള കല്യാണം. നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ചേട്ടാ, ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ധൈര്യം കൊടുക്കാൻ നോക്ക്. നമ്മളെ രക്ഷിക്കേണ്ട ദൈവം തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട ഈ വിഷമം നമ്മൾ ആരോട് ചെന്ന് പറയും മുത്തശ്ശി? അമ്മേ പ്ലീസ്. എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. നീ ഇതെല്ലാം കാണുന്നില്ലേ? എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഞങ്ങള് പരീക്ഷിക്കുകയാണോ നീ? നീ നമ്മുടെ കുടുംബത്തിന് കാവലാണ്. ഈ വീടും ഈ നാട് മുഴുവനും കാക്കുന്ന കുലദൈവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് മാത്രമല്ല, നിന്റെ അംശമായാണ് ഞാൻ ജനിച്ചതെന്ന് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടതാണ്. നിന്റെ അംശമായിട്ട് പോലും ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെയും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം നീയല്ലേ പരിഹരിക്കേണ്ടത്?
നിങ്ങളുടെ പിൻഗാമി എന്നുള്ളത് കൊണ്ട് എന്നെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? ഇപ്പോ എന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തുമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ മനസ്സിലായിട്ടും നിനക്ക് എങ്ങനെയാ വെറുതെ ഇരിക്കാൻ തോന്നുന്നത് അമ്മേ? അർജുൻ ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, അറിയോ? ഈ താലി ചരടിൽ പുരണ്ട മഞ്ഞൾ ഇളകി പോകുന്നതിന് മുന്നേ ഈ താലി തിരിച്ചെടുക്കാൻ പോവുകയാണോ നീ? നിന്റെ പിന്മുറക്കാരിയായ എന്റെ വിവാഹ ജീവിതം നീ സംരക്ഷിക്കില്ലേ അമ്മ? അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മ, എന്റെ താലിയെ സംരക്ഷിക്കൂ. രക്ഷിക്കമ്മ, രക്ഷിക്ക്. മോളെ ഭവാനി, ഭവാനി, ആരാ നിങ്ങള്? ഇപ്പൊ നീ വലിയൊരു വിഷമഘട്ടത്തിൽ ഇരിക്കുകയാണല്ലേ? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാ ഞാൻ വന്നത്. ഭവാനി എന്ന് എന്റെ പേര് ചൊല്ലി വിളിച്ചു. എങ്ങനെ നിങ്ങൾക്കറിയാം ഞാൻ വിഷമഘട്ടത്തിലാണെന്ന്? നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ?
എല്ലാവരും എന്റെ മക്കളാണ്. എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെപ്പോലെ ഒരാളിന് ഒരു പ്രശ്നം വരുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നെപ്പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ഞാനും അറിയണ്ടേ. ആരാ നിങ്ങള്? നിന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആപത്തിൽ രക്ഷിക്കുന്നവരെ ദൈവം എന്ന പേര് ചൊല്ലി എല്ലാവരും വിളിക്കും. അതിൽ സത്യമുണ്ടെങ്കിൽ എന്നെയും ദൈവമെന്ന് വിളിച്ചോളൂ. ഇപ്പൊ ഞാൻ ആരാണെന്നതിൽ പ്രസക്തിയില്ല. നിന്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടതാണ് നിനക്ക് പ്രധാനം, ശരിയല്ലേ? കാത്ത് രക്ഷിക്കേണ്ട ദൈവം തന്നെ പകരം വീട്ടാനായി ഒരുങ്ങുമ്പോ എനിക്ക് അർജുനെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയില്ല അമ്മേ. എനിക്ക് അർജുനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞു വരികയാണ്. ധൈര്യമെന്നത് ഒരു പ്രശ്നത്തെ നേരിടാൻ ഉതകുമെന്നല്ലാതെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഒരിക്കലും ഉപകരിക്കില്ല ഭവാനി. ചില ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന് ചില പദ്ധതികൾ ആവശ്യമാണ്. നിനക്കതെല്ലാം പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. എന്റെ പ്രാർത്ഥന തന്നെ നിറവേറാത്ത അവസ്ഥയില് നിങ്ങൾ പറയുന്ന തീരുമാനങ്ങളും പദ്ധതികളും ഒക്കെ എങ്ങനെ ഫലം കാണുന്നാണ് പറയുന്നത്? എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിങ്ങൾ പറയുന്ന തീരുമാനങ്ങളും നിങ്ങൾ പറയുന്ന പദ്ധതികളും ദൈവത്തിനെതിരെ പ്രയോഗിക്കാമെന്നാണോ? ദൈവങ്ങളായിരുന്നാലും ശരി, അതിലും ചില പഴുതുകളുണ്ട് മോളെ. അവരുടെ ശക്തിയെ തടുക്കുന്നതിനായി ചില ശക്തികൾ ഈ ഭൂമിയിലുണ്ട് മോളെ. അത് പറയാനാ ഞാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? പറയൂ. നാഗവംശം കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവളാ വിനിതാദേവി. അവളുടെ മകന്റെ ശക്തിയും സാമർഥ്യവും കാരണം അവർക്ക് നാഗകുലത്തിൽ നിന്നും വിമുക്തി ലഭിക്കുകയുണ്ടായി. വിനിതാദേവി ഒരുപാട് ദയയുള്ളവളാണ്. ആ വിനിതാദേവിയെ നീ പൂജ ചെയ്താൽ അവൾ തന്നെ നിന്റെ പ്രശ്നങ്ങൾക്ക് ഉറപ്പായും തീർപ്പ് കൽപ്പിച്ചിരിക്കും ഭവാനി. എന്താ നീ ആലോചിക്കുന്നേ? ഞാൻ ഈ പൂജ ചെയ്ത നാഗമാതാവ് അർജുനൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? നാഗദേവത ഇതിന് കുറുകെ വരാതിരിക്കാൻ നീ ഒരു കാര്യം ചെയ്യണം ഭവാനി. ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോളെ, എല്ലാം നന്നായി തന്നെ നടക്കും. ഉറപ്പായി ഞാൻ ചെയ്യാം.
ലോകമാതാവേ, ഞാൻ ഇത്രയും കെഞ്ചി പറഞ്ഞിട്ടും അവിടത്തോട് ക്ഷമ ചോദിച്ചിട്ടും അമ്മയുടെ മനസ്സലിഞ്ഞില്ലേ? എന്റെ അർജുൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് അവനോട് കരുണ കാണിക്കണേ അമ്മ. ഞങ്ങൾ അമ്മയ്ക്കെതിരെ ഇതുവരെ നിന്നിട്ടില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കൂ അമ്മ. ഞാനിവിടെ മന്ത്രച്ചരടുകൾ കൊണ്ട് ബന്ധിച്ചത് ഒരുപക്ഷെ അമ്മയോട് ചെയ്യുന്ന തെറ്റായിരിക്കാം. എന്റെ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി വേറെ വഴിയില്ലാത്തതുകൊണ്ട്. നീ പൂജ ചെയ്ത ദൈവത്തെ തന്നെ കെട്ടിവച്ചിരിക്കുകയാണോ? വരം കൊടുത്ത ദൈവമാണോ ഇവിടെ ജയിക്കുക, അതോ വരം നേടിയ ഭവാനിയാണോ ഇവിടെ ജയിക്കുക? കണ്ടു തന്നെ അറിയണം. ദേവതയ്ക്കും ഭക്തയ്ക്കും ഇടയ്ക്ക് നടക്കുന്ന പോരിൽ ആരാകും വിജയി എന്നുള്ളത് ശരിക്കും കണ്ടു തന്നെ അറിയണം. എല്ലാം അവിടുത്തെ ലീല. ഓം നമഃ ശിവായ.